കൊൽക്കത്തയിൽ കൂട്ടബലാത്സംഗത്തിനിരയായി യുവ ഡോക്ടർ കൊല്ലപ്പെട്ട കേസ് സുപ്രീംകോടതി അല്പസമയത്തിനകം പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. അതേസമയം ഡൽഹിയിലെത്തിയ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുമായി ഇതേ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, ഈ ബംഗാൾ വിഷയത്തിൽ ഈ പ്രതിഷേധം രാജ്യവ്യാപകമായി കടുപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും മറ്റ് സംഘടനകളുടെ ഭാഗത്തുനിന്നും. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസ് അല്പസമയത്തിനകം പരിഗണിക്കാനിരിക്കുന്നു. ഇനി ബംഗാൾ ഗവർണർ ഇപ്പോൾ ഡൽഹിയിലാണ്. രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് കൊൽക്കത്തയിൽ യുവ ഡോക്ടർ കൊടിയ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സുപ്രീം കോടതി സ്വമേധയാ ഇടപെട്ട് ഹർജി സ്വീകരിച്ചത്. ഇന്നിപ്പോൾ ഈ ഹർജിയിലാണ് സുപ്രീം കോടതി കേസ് പരിഗണിക്കാൻ പോകുന്നത്. രാവിലെ 10:30 അല്പസമയത്തിനകം തന്നെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് തന്നെ ഈ കേസ് പരിഗണിക്കാൻ പോവുകയാണ്. നേരത്തെ കൊൽക്കത്ത ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമാണിത്. കൊൽക്കത്ത ഹൈക്കോടതിയാണ് ഈ കേസിന്റെ അന്വേഷണം കേന്ദ്ര ഏജൻസിയായ CBIക്ക് കൈമാറിയത്. ഇതിന് പിന്നാലെയാണ് പരമോന്നത നീതിപീഠവും കൊൽക്കത്തയിൽ പെൺകുട്ടി പീഡനത്തിനിരയായ കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്വമേധയാ ഇടപെട്ടത്. ഇത് സാധാരണയായി സുപ്രീം കോടതി അങ്ങനെ സ്വമേധയാ കേസെടുക്കാറില്ല. വളരെ വിചിത്രവും അതോടൊപ്പം തന്നെ അത്രത്തോളം വ്യാപക പ്രതിഷേധവും ഉണ്ടാകുന്ന സംഭവങ്ങളിലാണ് അത്തരം നടപടികൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതേസമയം ഡോക്ടർമാരുടെയും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുടെയും സമരം ഇന്നിപ്പോൾ 10ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഭാരതത്തിലെ വിവിധ നഗരങ്ങളിൽ, പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനമായ ഡൽഹി, അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കൊൽക്കത്ത, ഈ നഗരങ്ങളിലെല്ലാം ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതിനിടയിലാണ് പശ്ചിമ ബംഗാളിന്റെ ഗവർണർ CV ആനന്ദബോസ് രാജ്യ തലസ്ഥാനത്ത് ഇന്നലെ രാത്രി എത്തിയത്. അദ്ദേഹം ഇന്ന് പ്രസിഡന്റ് ദ്രൗപദി മുർമു അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതിയും പശ്ചിമ ബംഗാളിന്റെ മുൻ ഗവർണറുമായ ജഗദീപ് ധൻഖറുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉച്ചതിരിഞ്ഞ് ആനന്ദബോസ് ഒഡീഷയിലേക്ക് പോയി നാളെ വീണ്ടും ഡൽഹിയിലേക്ക് തന്നെ മടങ്ങി എത്തുന്നുണ്ട്. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഡൽഹിയിലില്ല, അതിനാലാണ് അദ്ദേഹത്തെ ഇന്ന് കാണാത്തത്. അതിനാൽ നാളെ ഒരുപക്ഷെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ആനന്ദബോസ് കാണുകയും സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ അമിത്ഷായെ നേരിട്ട് ധരിപ്പിക്കുകയും ചെയ്യും. അനു